ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്താ നമ്മൾ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു ഇലവനോട് കൂടിയാണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയത്. ഏതായാലും പ്ലേ ഓഫിൽ കയറിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ സന്മനസ്സുള്ള ആശാൻ അല്ലെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇപ്പോൾ മറ്റ് ടീമുകളെ പ്ലേ ഓഫിലേക്ക് എത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റ് ബംഗാളിനെ കഴിഞ്ഞൊരു മത്സരത്തിൽ സഹായിച്ചിരുന്നു. അതുപോലെ ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. അവർക്ക് കൂടി ഒരു സഹായ ഹസ്തം എന്ന നിലയിൽ ഒരു 3 പോയിന്റും അവരെ കൊണ്ട് 2 ഗോളും ഒക്കെ അടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ പറയുക, ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കുറേ പരീക്ഷണങ്ങൾ. അതായത് ഇപ്പോൾ ലാറ ഷാമ ആദ്യമായിട്ട് വന്നു. അതുപോലെ വ്യത്യസ്ത റോളിൽ ഇപ്പം സൗരഭ് റൈറ്റ് ബാക്കിൽ കളിച്ചു, അസർ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നു. അതുപോലെ ഫ്രെഡി ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തു ഡാനിഷിനൊപ്പം. ഇഷാൻ പണ്ഡിത ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇഷാൻ പണ്ഡിത നിഹാൽ കോംബോ, അത് ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് കോംബോ ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എയ്മൻ, അതുപോലെ തന്നെ സക്കായ് എന്നിവരാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് അറിയാലോ, ഒരു 0-0 എന്നുള്ള നിലയിലേക്കാണ് പോയത്. ബ്ലാസ്റ്റേഴ്സിന് ചാൻസസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഐമന്റെ ഒരു നല്ലൊരു ഷോട്ടായിരുന്നു. പിന്നെ ഇഷാൻ ഒരു റൺ മേക്ക് ചെയ്ത്, പക്ഷെ അത് നല്ല ചാൻസ് ആയിരുന്നു, പക്ഷെ അത് ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യ പകുതി തൊട്ടേ നല്ലപോലെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും ഗോളിലേക്ക്, അവരുടെ ഫിനിഷിങ് അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളിടത്താണ് ഗോളുകൾ വരാതിരുന്നത്. ഡിഫൻസ് എനിക്ക് കുറച്ച് ഷേക്കിയായിട്ട് തന്നെയാണ് തോന്നിയത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ മിസ്റ്റേക്സ് ആണ് അത് ഗോളിലേക്ക് പോകാതിരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുന്ന സമയത്ത് പറഞ്ഞ പോലെ 2 ഗോളുകൾ വന്നു. സോനാസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ജിതിൻ എംഎസിൻ്റെയും ഗോളുകളിൽ ആ ഒരു 2-0 എന്ന നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സോ എന്താ പറയുക, മൊത്തത്തിൽ 11 കണ്ടപ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചതായിരിക്കും ഒരു തോൽവി എന്നുള്ള നിലയ്ക്ക്. കാരണം ഇപ്പോൾ നമ്മൾ ആ ഒരു പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പല പൊസിഷനിലും കളിക്കാൻ ഇപ്പോൾ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു ടീമായിട്ടാണ് പോയത്, വിദേശികളില്ലാത്തൊരു അങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലേക്കാണ് പോയത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇപ്പം എനിക്ക് തോന്നുന്നു ചെന്നൈ കഴിഞ്ഞാൽ ആ ടോപ്പ് 6ലേക്ക് ഏറ്റവും ചാൻസസ് വരുന്ന ഒരു ടീമായി ഈ ഒരു വിജയം അവർക്ക് സഹായകരമായി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഈ ഒരു മത്സരത്തിലെ പോസിറ്റീവ് എന്ന് തോന്നിയത്, ഇഷാൻ പണ്ഡിത 90 മിനിറ്റ്സും കളിച്ചിട്ടുണ്ട്. ഇഷാൻ പണ്ഡിത അത്യാവശ്യം ഗോൾ അടിച്ചില്ല, ശരിയാണ്, ഫിനിഷിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ അറ്റാക്കിങ്ങിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല റൺ മേക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം അസിസ്റ്റ് ഡിസേർവ് ചെയ്തിരുന്നു. സോ അങ്ങനെയുള്ള കാര്യം, എനിക്ക് ഇഷാന്റെ ഇന്നത്തെ മത്സരത്തിലെ ഒരു പ്രകടനം ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഇഷാന്റെ പ്രകടനത്തിൽ അദ്ദേഹം എന്താ പറയുക, പല രീതി നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇമ്പ്രസീവ് അല്ലായിരുന്നു. പക്ഷേ ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് അദ്ദേഹം ഇപ്പം ഇതിനു മുമ്പ് അദ്ദേഹം ആദ്യ ലെവലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത്രമേൽ കളിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ ഒരു പ്രകടനം നടത്തി എന്നുള്ളിടത്താണ് പറഞ്ഞതുപോലെ അവർക്കൊരു ഗോൾ സ്വന്തമാക്കാൻ, അദ്ദേഹത്തിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതെന്നുള്ളതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫറി ഈ ഒരു മത്സരത്തിൽ സംബന്ധിച്ചിടത്തോളം സന്ദീപ് സിംഗ് അല്ല, ഈ ദിനേശ് സിംഗ് എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹം ഒരു ഫൗള് ചെയ്തിരുന്നു ഇഷാനെ. അത് ക്ലിയർലി റെഡ് കാർഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇൻ കേസ് അത് അഡ്വാൻറ്റേജ് ആയിരുന്നു പിന്നീട് മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ഒരു യെല്ലോ കാർഡെങ്കിലും ഡിസേർവ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം ദിനേശിന് ഒരു യെല്ലോ കിട്ടിയിരുന്നു. അങ്ങനെയെങ്കിലും ഒരു റെഡ് കാർഡ് നോർത്ത് ഈസ്റ്റിന് കിട്ടാനുള്ള ഒരു അവസരമായിരുന്നു. അതുപോലെ തന്നെ ജിതിൻ എംഎസിന്റെ ഒരു ഒഫൻസ് ഉണ്ടായിരുന്നു, അത് ക്ലിയർലി റെഡ് കാർഡ് ഒഫൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ 2 കാര്യങ്ങളും കൊടുത്തില്ല എന്നുള്ളതും, നമ്മുടെ ടീം വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതല്ല, ഈ ഒരു റഫറിയുടെ ഒരു കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും 2 നിശ്ചയമായിട്ടും കൊടുക്കേണ്ടിയിരുന്ന റെഡ് കാർഡ് സിറ്റുവേഷൻസ് അത് ഒഴിവായി എന്നുള്ളതും പറയേണ്ടതാണ്. പിന്നെ ഈ ഒരു മത്സരത്തെ പറ്റി എനിക്ക് ഇത്ര തന്നെയൊക്കെ പറയാനുള്ളൂ. യങ് പ്ലേയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത പ്ലേയേഴ്സ് ആണ് കളിച്ചത്. ലാറ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത മത്സരം ഈ പറയുന്ന പോലെ 11 വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇതടുത്ത പ്ലേയേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും കളിക്കുന്നുണ്ടാകുക. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ഒരു വീഡിയോ തരുന്നു, നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. എനിക്കൊന്ന് കഴിഞ്ഞൊരു 10 മാച്ചിൽ ISL സൂപ്പർ കപ്പും ഒക്കെ ഉൾപ്പെടെ നോക്കുമ്പോൾ 10 മാച്ചിൽ ഒരു വിജയവും മറ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ദുരന്തം അവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ ഒരു നിലയിൽ നമ്മൾ പ്ലേ ഓഫിലും എങ്ങനെ പെർഫോം ചെയ്യും, അതായത് പ്ലേ ഓഫിലേക്ക് പോകുന്ന ടീമുകളിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ടീം തന്നെയാണ് നമ്മൾ എന്നുള്ളതാണ്. ഇപ്പം ഒരു ഹൈദരാബാദിനോടൊപ്പം തന്നെ ഏറ്റവും ഒരു പ്രകടനത്തിൽ താഴെ നിൽക്കുന്ന ടീമെന്ന് നിസ്സംശയം ഞാൻ പറയും. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്ത് കാണിക്കുകയാണ്.